കോഴിക്കോട്ട് പരസ്യ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് RTO സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകി. ദൃശ്യങ്ങൾ ആർക്കും നൽകരുതെന്ന് കടയുടമകളെ പോലീസ് വിലക്കിയിരുന്നു. അതേസമയം ചിത്രീകരണ സമയത്ത് വാഹനമോടിച്ച റയീസും എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുന്നിൽ ഹാജരായി. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ് തോമസ്, അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? സുജയ പർവ്വതി, ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ വാഹനം ഓടിച്ച 2 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTOയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അപകടം വരുത്തിയ ബെൻസ് വാഹനം ഓടിച്ച സാബിത് റഹ്മാന്റെ ലൈസൻസ് 1 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഡിഫൻഡർ വാഹനം ഓടിച്ച മുഹമ്മദ് റയീസിന്റെ ലൈസൻസ് 6 മാസത്തേക്കും സസ്പെൻഡ് ചെയ്തു. ഇരുവരും എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപാകെ ഹാജരായി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടം വരുത്തിയ ബെൻസ് വാഹനത്തിന്റെ നമ്പർ പഴയതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ 2ാമത് രജിസ്ട്രേഷൻ നമ്പറല്ല വാഹനത്തിലുണ്ടായിരുന്നത്. ഹൈദരാബാദിലെ രജിസ്ട്രേഷൻ നമ്പറാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉടൻ ഹാജരാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ വാഹനം തന്നെ കോഴിക്കോട് നഗരത്തിൽ ഇതിനു മുൻപ് അമിത വേഗതയിൽ പോയതിന് 2 കേസുകളും ഈ ബെൻസ് വാഹനത്തിനെതിരെയുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഏതായാലും ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് CCTV ദൃശ്യങ്ങളുണ്ട്. അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറാൻ വേണ്ടി RTO തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിൽ ഉൾപ്പെടെ പോലീസ് പറഞ്ഞിരിക്കുന്നത് പുറത്തേക്ക് വിഷ്വൽസ് നൽകേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കും ആ ദൃശ്യങ്ങൾ ലഭിക്കാത്തത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് 2 അംഗ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സംഘത്തിന് ഈ ദൃശ്യങ്ങൾ കൈമാറണമെന്നാണ് RTO അറിയിച്ചിരിക്കുന്നത്. തുടർ നടപടി ഉണ്ടാകും. ഒരുപക്ഷെ ഈ വാഹനത്തിന്റെ RC സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് RTO പറയുന്നത്. അതിന്റെ തുടർ നടപടി ഈ വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ച ശേഷം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സുജയ. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.